ഫെബ്രുവരി 8 വിശുദ്ധ ജോസ്വിൻ ബഗിത. സുഡാനിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച അവളെ 9 വയസ്സുള്ളപ്പോൾ അടിമക്കച്ചവടക്കാർ തട്ടിക്കൊണ്ടുപോയി. അവർ ബഗിത എന്ന പേര് നൽകി. എൽ ഒബീദിലെയും ഖാർട്ടൂമിലെയും മാർക്കറ്റുകളിൽ വിൽക്കുകയും വീണ്ടും വിൽക്കുകയും ചെയ്തു. ഒടുവിൽ 1883 ഇറ്റാലിയൻ കോൺസൽ കാലിസ്റ്റോ ലെഗാനി വാങ്ങി അവളെ മോചിപ്പിക്കാൻ പദ്ധതിയിട്ടു. 1885 ലെഗാനിക്കൊപ്പം ഇറ്റലിയിലേക്ക് പോയ അവർ അഗസ്റ്റോ മിഷേലിയുടെ കുടുംബത്തിന് നാനിയായി ജോലി ചെയ്തു. ഇറ്റലിയിൽ അവർക്ക് നല്ല പെരുമാറ്റം ലഭിച്ചു. രാജ്യത്തെ സ്നേഹിക്കാൻ തുടങ്ങി. പ്രായപൂർത്തിയായ അവർ ക്രിസ്തുമതം സ്വീകരിച്ച് 1890 ജനുവരി 9 പള്ളിയിൽ ചേർന്നു. തൻ്റെ പുതിയ ജീവിതത്തിൻ്റെ പ്രതീകമായി ജോസ്ഫൈൻ എന്ന പേര് സ്വീകരിച്ചു. 1893 ഇറ്റലിയിലെ വെനീസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കനോഷ്യൻ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയിൽ അവർ ചേർന്നു. 1896 ഡിസംബർ 8 ഇറ്റലിയിലെ വെറോണയിൽ വെച്ച് പ്രതിജ്ഞയെടുക്കുകയും അടുത്ത 50 വർഷക്കാലം ഒരു കനോഷ്യൻ സിസ്റ്ററായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. അവരുടെ സൗമ്യമായ സാന്നിധ്യവും ഊഷ്മളവും സൗഹാർദ്ദപരവുമായ ശബ്ദവും ഏതൊരു നിസ്സാര കാര്യത്തിലും സഹായിക്കാനുള്ള അവരുടെ സന്നദ്ധതയും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാതിക്കലെത്തുന്ന ദരിദ്രരും ദുരിതമനുഭവിക്കുന്നവരുമായ ആളുകൾക്ക് ആശ്വാസമായിരുന്നു. 1930 അവരുടെ ജീവചരിത്രം പ്രസിദ്ധീകരിച്ചതിന് ശേഷം അവർ ശ്രദ്ധേയയും ആവശ്യപ്പെടുന്നതുമായ ഒരു പ്രഭാഷകയായി മാറി. ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഫണ്ട് സ്വരൂപിച്ചു. മനുഷ്യക്കടത്ത് തടയുന്നതിനുള്ള അന്താരാഷ്ട്ര പ്രാർത്ഥനാ ദിനമായി അവരുടെ തിരുനാൾ നാമകരണം ചെയ്തിട്ടുണ്ട്. 1947 ഫെബ്രുവരി 8 ഇറ്റലിയിൽ വെച്ച് പ്രകൃതിദത്ത കാരണങ്ങളാൽ മരണമടഞ്ഞു. 2000 ഒക്ടോബർ 1 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇറ്റലിയിലെ റോമിലുള്ള സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് വിശുദ്ധയായി ഉയർത്തി.